അടുത്ത സെക്ഷൻ ഓരോന്നോരോന്ന് കയറി നിൽക്കാനുണ്ട് ആള്. സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ മോനെ പൊളിച്ച് പോയി, ആള് കാണാനില്ല. ശരിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ള് കഞ്ചാവ് അടിച്ച് നടക്കുന്ന പിള്ളേരുകളും അല്ലെങ്കിൽ അങ്ങനെ അനാഥരായി നിൽക്കുന്നതും ലൈക്ക് ആള് ഓഫനാണ്. മോനെ 4 പേര് പോലീസ് ഡിപ്പാർട്ട്മെന്റ്, 17 പേര് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്തു. അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു രോമാഞ്ചം വന്നു. നമ്മുടെ മട്ടൻ ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ. ಇದಾണ് ಮಟನ್ ಬಿರಿಯಾನಿ. ವಿಡಿಯೋ ಕತ್ತಿದ್ದೀನಿ ಅಷ್ಟೇ. ನನ್ನ ಚಾನಲ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ. ಹಂಗೆ ಇವರು ಕೇರಳದಿಂದ ಬಂದಾರೆ, ಅವ್ರದ್ದು ಒಂದು ಚಾನಲ್ಗೆ ಎಲ್ಲರೂ ಹಾಯ್ ಮಾಡಿಬಿಡಿ ಇವ್ರಿಗೆ. എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ സമയം കാലത്ത് 7:30. നമ്മൾ ഇന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 7:15 കാലത്ത് നിന്ന് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇന്ന് എൻ്റെ പൊന്നെ കാലത്ത് തന്നെ കൊരാന്നുള്ള ഇന്ന് കാലത്ത് നമ്മൾ ചിത്രദുർഗ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇവിടെ ഒരു ഫോർട്ട് ഉണ്ട്, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് റെഡി ആക്കണം, മുട്ട എന്തെങ്കിലും ഇത് വാങ്ങണം. അതുപോലെ തന്നെ നമ്മുടെ BEEF സാധനം അറിയാണ്ട് പോലും ഇവിടെ നിന്ന് പറയരുത്, ഇവിടെ നിന്നും വന്ന് പറയരുതെന്ന് ലിജോ ചേട്ടൻ ഇന്നലെ രാത്രി വിളിച്ചിട്ട് അവയർനെസ് തന്നിട്ടുണ്ട്. കാരണം ആ സാധനം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടുന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവാമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ദൈവത്തിനെ പോലെയാണ് അത് കാണുന്നത്. കാരണം മൈസൂർ ചെന്നിട്ട് ഞാൻ മുട്ട കിട്ടുമെന്ന് ചോദിച്ചിരുന്നു. ഒരു മണ്ടത്തരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഒപ്പിക്കുന്നത് കാരണം നമുക്കത് പുത്തിരിയല്ല സ്ഥിരമായിട്ടുള്ള ചെയ്യുന്ന കാര്യമായതുകൊണ്ട് അത് ഒരു മണ്ടത്തരമാണെന്ന് പോലും എനിക്കൊരു മനസ്സിലായിട്ടില്ല, ആവാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ആക്ച്വലി നമ്മളിത് ചിത്രദുർഗ എന്ന് പറഞ്ഞ ടൗണിൽ നിന്നും 1.5 കിലോമീറ്ററിന് താഴെയുള്ളൂ നടക്കാം എന്ന് കരുതി. കാരണം എക്സ്പ്ലോറിങ് നടന്നില്ലെങ്കിൽ സൈക്കിളിലോട്ട് മാത്രമാവും, ബോഡി ഭയങ്കരമായിട്ട് വീക്കാവും, പിന്നെ ജലദോഷമാവും, പനിയാവും, അങ്ങനെ കുറേ കാര്യങ്ങളാവും കേട്ടോ. അപ്പോൾ ഇന്ന് എക്സ്പ്ലോറിങ് ചിത്രദുർഗ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ചിത്രദുർഗയിലേക്ക് പോകാം. ചിത്രദുർഗ ഇവിടെ അടുത്തൊരു വലിയൊരു ഫോർട്ടാണ്. ചിത്രദുർഗയിലെ ആരും വ്ളോഗേഴ്സിലാണെന്നുള്ളൂ കേട്ടോ. എല്ലാവരും ഒരു ഇതുപോലെ നോക്കുന്നുണ്ട്, ആരടാ ഇവൻ എന്നുള്ള രീതിയിൽ. ഇവിടെയൊക്കെ കർണാടക ഈ സൈഡ് മൈസൂർ, ചിക്കമംഗ്ലൂർ അങ്ങനത്തെ ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ചിത്രദുർഗ ഇപ്പോൾ ഈ സ്ഥലങ്ങളിലൊന്നും 8 മണി കഴിയാണ്ടൊന്നും അങ്ങനെയൊന്നും ആക്റ്റീവായി വരില്ല കേട്ടോ. നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. എൻ്റെ അവിടെയൊക്കെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് 7:30 സ്റ്റാർട്ട് ചെയ്യും. 7:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഓപ്പൺ ആയി തുടങ്ങും കേട്ടോ. ഇവിടെ 8 മണി കഴിയും. 8 മണി 8:30 എന്തായാലും ആവണം കേട്ടോ. ഒന്നാമത് ഈ തണവിൻ്റെ ഇതായിരിക്കും എന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് ഒരു റോഡാണ് കാട്ടണം ചിത്രദുർഗയിലേക്ക്. ക്ലീനിങ്ങും പരിപാടികളൊക്കെ കോർപ്പറേഷൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ണാ എൻട്രൻസ് കിതർ എൻട്രൻസ് സ്ട്രെയിറ്റ്. ഓക്കെ വണ്ടിപ്രാന്തന്മാർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാഴ്ച. ടയറ് എന്തൊക്കെയോ പൊക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഭയങ്കര ഹൈറ്റിൽ. ഇത് താറല്ലേ, റൂബിക്കോൺ എങ്ങനെയാണോ? 5 ഡോർ ഉണ്ടല്ലോ. റൂബിക്കോണായിരുന്നു എൻ്റെ മോനെ. പൊളിച്ചട്ടാ, നൈസ് ലുക്ക്. എനിക്കറിയില്ല കേട്ടോ വണ്ടികളെ കുറിച്ച്. എന്തൊക്കെയോ മോഡിഫിക്കേഷൻസ് ഇത് ചെയ്തിട്ടുണ്ട്. അറിയാവുന്നവർ താഴെ നിന്ന് കമൻറ്റ് ചെയ്യും. മോനെ ഹിജാദി ലുക്ക്. GTA Vice City സാൻ ആൻഡ്രിയാസ്. എൻ്റെ മോനെ സസ്പെൻഷൻ നോക്കിയേ, ഫോക്സിൻ്റെ സസ്പെൻഷൻ കേട്ടോ. അതെനിക്കറിയാം, ഫോക്സിൻ്റെ എൻ്റെ ബൈക്കിലും വരുന്നതാ ഫോക്സിൻ്റെ സസ്പെൻഷൻ. മോനെ അതിൽ കുറച്ച് ചിത്രദുർഗയിലത്തെ വണ്ടിപ്പിരാത്തത്. ഓഫ് ഹെവി സാധനം, ഹെവി. ഇന്നലെ ഞാനൊരു പ്രിൻസിപ്പാളിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സ്കൂളിലത്തെ പ്രിൻസിപ്പാളിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടുത്തെ വിദ്യാഭ്യാസമൊക്കെ കേരളത്തിനെ വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് കേട്ടോ. ക്വാളിറ്റിയൊക്കെ ഭയങ്കര കുറവാണെന്നാണ്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കേട്ടോ. QR കോഡിലേക്കാണ് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ, നേരെ ചെന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ചിത്രദുർഗയിലേക്ക് എത്തി QR കോഡ് വെച്ച് സ്കാൻ ചെയ്തിട്ട് വേണം എന്താണ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ബൈ ദ വേ ആളെ വീഡിയോയിൽ കാട്ടണ്ടെന്ന് പറഞ്ഞു ഇന്നലെ പ്രിൻസിപ്പാൾ ഇവിടെ ഒരു സ്കൂളിൽ, ഇവിടുത്തെ വലിയൊരു സ്കൂളാണ്. അപ്പോൾ അങ്ങനെ എങ്ങനെ ഇവിടുത്തെ വിദ്യാഭ്യാസം എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കേരളത്തിലത്തെ ക്വാളിറ്റി ഒന്നും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. മോശമെന്നല്ല, പക്ഷേ നമ്മൾ കേരളത്തിലുള്ളൊരു ക്വാളിറ്റി, ഒരു നിലവാരം ഉണ്ടല്ലോ, ആ നിലവാരം പോലും ഇവിടുത്തെ സ്കൂളുകൾക്ക് ഇല്ല എന്നുള്ളൊരു ഇത് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു
പക്ഷെ എൻ്റെ മോനെ എനിക്ക് ഉത്തർപ്രദേശിലത്തെയും മധ്യപ്രദേശിലത്തെയും ടീച്ചേഴ്സിനെയും പ്രിൻസിപ്പാൾസിനെയൊക്കെ കുറച്ച് പേർക്ക് അറിയാം. നമ്മൾ നേപ്പാൾ ട്രിപ്പ് പോയപ്പോൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. വീഡിയോ ഒന്നും എടുത്തില്ല ആളുടെ സാറിൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഞാനിത് ചെയ്തിട്ട് പേ ചെയ്തിട്ട് ഉള്ളിൽ കയറട്ടെ കേട്ടോ. ಆಮೇಲೆ ಡ್ರೋನ್ ಸ್ಟ್ಯಾಂಡ್ ಎದಕ್ಕೆ ಎಂಟ್ರಿ ಇಲ್ಲ? ಸ್ಟ್ಯಾಂಡ್ ಗೊತ್ತಿಲ್ಲ ಸಹ ಅವರು ಇದು ಮಾಡಿದ್ದಾರೆ. ನಾವು നോർമൽ സ്റ്റാൻഡ് അവളോതാണ്. ക്യാമറയിൽ ഓരോരോ നിയമങ്ങൾ. വിത്തൗട്ട് ടേക്കിംഗ് പെർമിഷൻ ക്യാമറ ആക്സസറീസ് ആർ പ്രൊഹിബിറ്റഡ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. എനിക്ക് എന്താന്ന് മനസ്സിലാവില്ല കേട്ടോ. താങ്ക്സ് സാർ, താങ്ക്സ്. ക്യാമറ ഉള്ളിൽ കയറ്റാം, ക്യാമറയുടെ സ്റ്റാൻഡ് ഉള്ളിൽ കയറ്റാൻ പാടില്ല. പിന്നെ ഞാനിങ്ങനെ ക്യാമറ പിടിക്കുക കൈകൊണ്ടാണ്. ഓരോരോ വിചിത്രമായ ഇതുകൾ കേട്ടോ. ഇവിടെ നോക്കി വെള്ളത്തിൻ്റെ സ്രോതസ്സൊക്കെ ഉണ്ട് കേട്ടോ. നോക്കി ചെറിയൊരു പാറക്കുളം പോലെ ഒരു കുളം ഇവിടെ കാണാൻ പറ്റും. ചെറിയൊരു പാറക്കുളം. ഞാനിപ്പോൾ വെറുതെ കയ്യിൽ പിടിച്ചിട്ടാണ് കേട്ടോ ഗോപ്രോ ഷൂട്ട് ചെയ്യണത്. നമുക്ക് ലോങ് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. ചേട്ടാ ലൈക്ക് ലെങ്തി ആയിട്ടുള്ള ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. എൻട്രി പ്രൊഹിബിറ്റഡ്. ഇതാണ് ചിത്രദുർഗ ഫോർട്ടിൻ്റെ ഉള്ളിലേക്കുള്ളൊരു എൻട്രൻസ് വരണത് കേട്ടോ. എൻ്റെ ദൈവമേ, ഇങ്ങനൊരു എൻട്രൻസ് എനിക്ക് തോന്നുന്നത് പാലക്കാടുള്ള ഒരു ഫോർട്ടും പാലക്കാട് ഫോർട്ടിലേക്കും ഇങ്ങനെ വലിയൊരു ചുറ്റുമതിലായിട്ടാണ് കേട്ടോ ഉള്ളിലേക്ക് എൻട്രൻസ്. സുരക്ഷയുടെ അന്നത്തെ കാലത്തുള്ള സുരക്ഷയുടെ ഭാഗമായിട്ടായിരിക്കും കേട്ടോ ഇത്രയും വലിയൊരു എൻട്രൻസും കാര്യങ്ങളൊക്കെ. ഒരു പസിൽ പോലെയാണ് കേട്ടോ. ഇപ്പോൾ ദേ അവിടെ നിന്ന് വന്ന് നേരെ നമ്മൾ ഇങ്ങോട്ട് നടന്ന് പോകണം കേട്ടോ. മനസ്സിലായി? എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നേ. അമ്പോ, ഒരു യൂ ടേൺ എടുക്കണം കേട്ടോ എൻട്രൻസിന് വേണ്ടിയിട്ട്. അന്നത്തെ കാലത്ത് സുരക്ഷയായി പെട്ടെന്ന് അങ്ങോട്ട് ഇടിച്ച് കയറണ്ട, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നാൽ മതി എന്നുള്ളൊരു ഇത് വേണ്ടിയിട്ട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഇത് ചെയ്യണത്. അതിൻ്റെ ഫോട്ടോയും അതിൻ്റെ ഡീറ്റെയിലൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അതെ, മിനിസ്ട്രി ഓഫ് കൾച്ചർ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അഡൾട്ട് നമ്മുടെ പേരും എല്ലാം വെച്ചിട്ട് 20 രൂപയാണ് വന്നത്. ഓൺലൈനിൽ 300 രൂപ കണ്ട കേട്ടോ. ഫോറിനേഴ്സിനായിരിക്കും ചിലപ്പോൾ. ഈ ഒരു കോട്ട മെയിനായിട്ട് ഫുള്ള് ചുറ്റും ഇതിൻ്റെ കല്ലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ചെറിയ ഓരോ ഇതുകളും കൊണ്ട്. നമുക്ക് ഈ ചിത്രദുർഗ റൂട്ട് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാട്ടിയെന്നുണ്ടായിരുന്നില്ലേ, ഫുള്ള് വലിയ കല്ലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. കരിങ്കൽ കോറി എന്നൊക്കെ പറഞ്ഞില്ലേ ഇന്നലെ, അത് ആ സ്ഥലമാണ് കേട്ടത് ചിത്രദുർഗ ഫോർട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ എനിക്കിവിടെ വരാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ബ്രിട്ടീഷുകാർ പണിതു ഒക്കെ അടിപൊളി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചരിത്രമൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല ഇതൊന്നല്ല എന്നുള്ളത്. ഇവിടെ വേറൊരു ടീമുണ്ട്. നമ്മുടെ പ്രണവ് മോഹൻലാൽ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, റോക്ക് ക്ലൈമ്പിങ്ങോ എന്ന് പറഞ്ഞിട്ട് വിരലുകൊണ്ട് പിടിച്ച് കയറുന്നൊരു ഇതില്ലേ, അതിൽ ഫേമസ് ആയിട്ടുള്ള ഒരാളുണ്ടെന്നാണ് ലിജോ ചേട്ടൻ പറഞ്ഞത്. വീണ്ടും ലിജോ ചേട്ടൻ ആളാണ് കേട്ടോ ഫുൾ ട്രാവൽ ഗൈഡ് അല്ലെങ്കിൽ ലോക്കൽ ഗാർഡിയൻ കർണാടകയിലത്തെ. എന്തുണ്ടെങ്കിലും ആളെ വിളിച്ചാൽ എന്ന് പറഞ്ഞാണ് കർണാടകയിൽ കേട്ടോ. അപ്പോൾ ആളാണ് എല്ലാ ന്യൂസുകളും എല്ലാ ഇതുകളും പറഞ്ഞു തരുന്നത്. അപ്പോൾ കോത്തി രാജ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് ഇവിടെ. നമ്മുടെ പ്രണവ് മോഹൻലാൽ ചെയ്യണില്ലേ ഈ ക്ലൈമ്പിങ്ങൊക്കെ, അതുപോലത്തെ ഒരാളുണ്ട്. അപ്പോൾ ആൾ എപ്പോഴും ഇവിടെ ഉണ്ടാവും, ഇവിടെ കറങ്ങി നടക്കുന്നുണ്ടാവും. അങ്ങനെ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് കണ്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയത് കാണാൻ വേണ്ടിയിട്ട്. അമ്മേ, അതിൻ്റെ വേലയ്ക്ക് നടക്കണ റെസ്റ്റ് ഡേ ആണ് കേട്ടോ. ഇന്ന് എത്ര കാലറി വീണാവോ. അപ്പോൾ അതുകൂടിയും കാണാൻ എനിക്കൊരു ഇതുണ്ട്. കണ്ടു കിട്ടിയാൽ നമ്മുടെ ഭാഗ്യം എന്ന് പറയാം, അല്ലെങ്കിൽ കുറച്ച് കാലറി വീണോ എന്നും പറയാം. അപ്പോൾ മെല്ലെ കയറിയോണ്ടിരിക്കുകയാണ് കേട്ടോ. ആളെ കണ്ടു കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ വലിഞ്ഞ് കയറും ഇതിങ്ങോട്ട്. അതേ കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇൻസ്റ്റാഗ്രാം ഇതൊരു 10 ആളുടെ ഹൈറ്റിൽ ഇതുണ്ട് കേട്ടോ. ഇതേ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ മോനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവിടെ പിടിച്ചിട്ട് കയറാൻ പറ്റുന്നു. ഇവിടെ പിടിച്ച് ഇവിടെ ചവിട്ടി അവർ മേലേക്ക് കയറും കേട്ടോ ആള്. അതിൻ്റെയാണ് വെള്ളപ്പാടുകൾ വരുന്നത്. കണ്ട ആ പാടുകൾ കേട്ടോ. ഒന്നാലോചിച്ച് നോക്കിയേ, അടിപൊളിയല്ലേ ഗൈസ്. നമ്മൾ വീണ്ടും മലയാളികളെ കണ്ടുമുട്ടിയിരിക്കുന്നു. പേരെന്തായിരുന്നു? എൻ്റെ പേര് ബിനോജ്. പിറവത്തു നിന്നാണ് വരുന്നത്. പിറവം, ഷോയ്, അങ്കമാലി, സാബു, മൂവാറ്റുപുഴ,
ദിലേഷ് പെരിഞ്ചിറക്കുഴി. മലയാളം സംസാരിക്കുന്ന എവിടെയെങ്കിലും ഞാൻ സൂചന കേട്ട് അവിടെ പോയിട്ട് ഞാൻ പോയി പരിചയപ്പെടും. താങ്ക് യു, ഹാപ്പി ജേർണി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സ്റ്റാർട്ടിങ് തൊട്ട് പൈസ നമ്മൾ ചെല്ലുന്നിടത്ത് ജോലി ചെയ്ത് അങ്ങനെ അല്ലല്ല, അത് എൻ്റെ തന്നെ വേറൊരു സുഹൃത്താണ്, നമ്മുടെ ക്ലബിലുണ്ടായിരുന്ന വേറെ സുഹൃത്താണ്. അത് കാശ്മീരി യാത്ര ചായ വിറ്റ് അതല്ല, ആള് ഞാനല്ല, ഇത് വേറെ ആളാ. ഞങ്ങളുടെ വീട്ടിന്റെ അക്ഷയനോ ആഷിഖ്. എനിക്ക് ആളെ കണ്ടറിയാം, എനിക്ക് പേരെനിക്ക് പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതെ, അപ്പൊ എന്തായാലും നമ്മുടെ ക്ലബിൽ ഉണ്ടാവും ഉറപ്പാ. ജോയൽ ജോഷി, ആളുടെ മോന്റെ പേരും ജോഷിന്ന് ആഡ് ചെയ്താൽ മതി. ശരി, കാണാം കാണാം കാണാം. ഓക്കെ, മേലെ എന്തെങ്കിലും കാണാനുണ്ടാവല്ലോ? ഉണ്ട്, അടിപൊളിയാ. ഓക്കെ, ശരി എന്നാ, ബൈ. ആ നോക്കാം. ഹംപിയിലേക്കാ, ഞാൻ നാളെ ഹംപിയിലേക്കാ. എൻ്റെ മോനെ, ഇതൊരു അടിപൊളി ഫോട്ടോ ആയിട്ടാ. ചിത്രദുർഗയിലത്തെ ഫോട്ടോ നല്ല രസമുണ്ട്, കിഡിലോസ്കി. അവിടെ കുറച്ച് നാട് കാണാം, ഗ്രാമങ്ങൾ കാണാം, ഇവിടെ കുറച്ച് പാറക്കെട്ടുകൾ. അതിനുശേഷം ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ചെറിയൊരു ഇതും കാണാം കേട്ടോ. ഒരു ചുറ്റും ഒരു ഇത് കെട്ടി വെച്ചിട്ടുണ്ട്, അവിടെ ചെറിയൊരു ഫോർട്ട് കാണാം. ഇവിടെ തൊട്ടാ, ഇവിടെ അമ്പലക്കുളമാണ് കേട്ടോ. അമ്പലക്കുളവും ഇതുകളൊക്കെയാണല്ലോ, കൊള്ളാട്ടാ. എനിക്ക് ആ ഒരു വ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഈ ഒരു ഭാഗത്തെ വ്യൂ. ആൾക്കാർ കുറവാട്ടോ, ഭയങ്കര കുറവാണ്. ഞാനത് ഫുള്ളൊന്നും കയറിയില്ല കേട്ടോ, ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഞാൻ ആളന്വേഷിച്ചിട്ടാണ് വന്നത്, കോത്തിരാജനെ അന്വേഷിച്ചിട്ടാണ് വന്നത് കേട്ടോ. ആളുടെ കോൺടാക്ട് നമ്പർ ഞാനിവിടെ ഗൈഡിൻ്റെ അടുത്ത് ചോദിച്ച് ഒപ്പിച്ചിട്ടുണ്ട്. ലിജോ ചേട്ടനെ കൊണ്ട് വിളിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആൾക്ക് നമുക്ക് കന്നഡയും നല്ല സംസാര ഇതുണ്ട്, വശമുണ്ട് സംസാരിക്കാൻ. ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സമ്പാദ്യം മുഴുവൻ കൊടുത്തു പോകേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ച ആളെ കൊണ്ട് സംസാരിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എക്കോ കേൾക്കുന്നുണ്ടല്ലോ ഇവിടെ. അപ്പോൾ ആൾ സംസാരിച്ചിട്ട് ഇന്ന് ആൾ വരാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങോട്ട് വരാമല്ലോ. ഇവിടുന്ന് എൻ്റെ അവിടെ നിന്ന് ഒരു 800 മീറ്റർ ഉള്ളൂ കേട്ടോ. 800 മീറ്റർ അങ്ങോട്ട് ഉള്ളൂ എൻ്റെ ഷോപ്പിൽ നിന്ന്, അല്ല ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഇങ്ങോട്ടേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ആളെ കൊണ്ട് വിളിപ്പിച്ച് കോത്തിരാജിനെ കൊണ്ടൊന്ന് പെർഫോം ചെയ്യിപ്പിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ആൾ നിന്നാളത്തെ ഹൈറ്റ് ആട്ടെ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ബ്രിട്ടീഷുകാർ പണിത ഫോർട്ടിൻ്റെ ഹൈറ്റ് എന്തോരം ഉണ്ടാവുന്നത്. ഞാൻ 6 അടി ഉണ്ട്, 6 അടിയാ, ഒരു 10-20 അടി ഹൈറ്റ് എന്തായാലും ഉണ്ടാവട്ടെ മേലേക്ക്. അപ്പോൾ ഈ സാധനം ഫുള്ള് സേഫ്റ്റി കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അഡ്വഞ്ചറസ് ആയിട്ടാണ് കയറാൻ പോണത് കേട്ടോ ആൾ. അപ്പോൾ അങ്ങനെ ഒരു ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലല്ലോ. ഒരു അഡ്വഞ്ചർ വ്ളോഗർ അല്ലെങ്കിൽ ഒരു സൈക്ലിസ്റ്റ് എന്നൊക്കെ നിലയിൽ എന്തോ ഒരു ടാഗ് ലൈൻ അങ്ങനെ ആവട്ടെ. അപ്പോൾ ആളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാലത്ത് ഇപ്പോൾ പോവാം. ഞാൻ വെറുതെ ഇവിടെ കിടന്നിട്ട് വെറുതെ ആരോഗ്യം കളയണ്ട. ഞാൻ എന്തൊക്കെയാണ് വീഡിയോന് വേണ്ടി ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. ഞാൻ ആളുടെ ഫോൺ നമ്പർ തപ്പി, ആളുടെ വീട് തപ്പി. കോത്തിരാജയുടെ ഫേമസ് ആളാണ് കേട്ടോ ഇവിടുത്തെ. ഞാൻ വിളിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല കേസ് ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് കേട്ടോ. എൻ്റെ പൊന്നെ, എനിക്ക് ക്യാമറയിൽ നോക്കി സംസാരിക്കാനൊരു ഇത്. ആൾക്കാർ ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ എന്നെ. എന്താവോ എന്തോ, ഏതൊരു ഗല്ലിയുടെ ഉള്ളിലേക്ക് വന്നിരിക്കണ കേട്ടാ. വിളിച്ചിട്ടുണ്ട്. വീഡിയോ വരാം. ആ ആള് വിളിക്കുന്നുണ്ട് കേട്ടോ വീടിൻ്റെ ഉള്ളിലേക്ക്. ലിജോ ചേട്ടനോട് ഫോൺ വെച്ച് സംസാരിക്കാൻ പറഞ്ഞതായിരുന്നു. വണക്കണ്ണ. വണക്കം. ഫേമസ് ആളു, ഫേമസ് പാക്ക്. താങ്ക് യു. പാക്കണം ரொம்ப ஆசை. ഞാൻ എന്തിനാ തമിഴ് മലയാളം തമിഴ് நான் இன்னைக்கு உயிர் பொழைச்சேன். I love Kerala. நான் ஒரு வாட்டி ஃபால் ஆகி அப்போ என்ன காலெல்லாம் அப்போ திருச்சூர் அப்புறம் கோட்டயத்தில் வந்து ட்ரீட்மெண்ட் எடுத்து കോട്ടയത്തിലായിരുന്നു ട്രീറ്റ്മെന്റ് എടുത്ത് அப்புறம் திருச்சூர்ல போய் தடி குறைச்சு. എന്റെ പൊന്നെ, തൃശ്ശൂർ എവിടെ തടി കുറച്ച്? തൃശ്ശൂർ ഹോസ്പിറ്റൽ ഉണ്ട്, ഒരു ലേക്ക് ഉണ്ട്, ലേക്ക് സൈഡില്. ലേക്ക് സൈഡില് തൃശ്ശൂര് ലേക്ക് സൈഡില് ഏതാണ് ഒരു ഹോസ്പിറ്റല്? ഇപ്പൊ ഓക്കെ ആണ്. ഇപ്പൊ ഓക്കെ ബട്ട് ആള് അപ്പൊ ഒരു വർഷം കൊമ പോയി. 29 ഫ്രാക്ചർ. 29 ഫ്രാക്ചർ, 11 ഓപ്പറേഷൻ, 4 hour. ഓ ഇയർ വിച്ച് ഇയർ? ജോഗ് ഫോൾസില് സെയിം. யாரோ 2 லவர்ஸ் ஃபால் ஆகி. ஓ அப்ப நான் ரெஸ்கியூ செய்யும். அவ இந்தியாவுல எவ்வளவு போயனால ஃபால்ஸ் குளத்துல யாராவது ஃபால் ஆனா நான் தூக்குவேன். அப்ப அவ யாரோ தூக்கு போய் நான் ஃபால் ஆகி 3 டேஸ் அங்கே லாக் ஆகி போய் 3 டேஸ் ஆனப்ப திருச்சி வந்து. ഓ 29 ഫ്രാക്ചേഴ്സ്. 29 ഫ്രാക്ചേഴ്സ്. ഓഫ് എന്റെ പൊന്നെ, നമ്മൾ കാണാൻ വന്ന ആള് വലിയ ആള്, പെരിയ ആള്. 36 വയസ്സ്. ഇപ്പോ
இப்போ உனக்கு 36 வயசு. 88 August 15th. അയ്യോ 88. തേനി ആ തേനിയുടെ വർഷമാണ്. അവിടെ ഒരു മലങ്കാട്ട് പകുതിയിലാണ്. അവിടെ തേനിയിലെ ഒരു ടെമ്പിൾ ഉണ്ട്, വീരപാണ്ടി. അത് ടെമ്പിൾ മിസ്സായി ഇവിടെ. ഓ എന്റെ പൊന്നെ, നമ്മളപ്പോ കാണാൻ വന്ന ആളല്ല. എനിക്ക് അണ്ണനെ കാണണമെന്നുണ്ടായിരുന്നു. വീഡിയോ ரொம்ப பார்த்துடுச்சு யூடியூப்ல ரொம்ப சித்ரதுர்கா ஃபோர்ட் சர்ச் பண்ணும்போது உங்க வீடியோ தான் வந்துட்டு இருக்கு. வீக்லி 2 days நான் 2 நாள் சனி ஞாயிறு 2 நாள் என்னக்கான ஆள் வரும் ഇവിടെ. ஒரு ஆயிரக்கணக்கான பேர் ஆளு வரும். அப்ப அவங்களுக்கு எதை காட்டு, எந்த முதல்ல எந்த ராக் காட்டுறோம் நான் அவங்களுக்கு ஷோ காட்டுறேன். ஓ அப்ப அவங்கெல்லாம் கொஞ்சம் பாசமா ஹெல்ப் பண்ணி அவங்க இஷ்டப்பட்டு கொடுக்கலாம். പണം വാങ്ങുന്നില്ല, ഇഷ്ടേ കൊടുക്ക. ബിസിനസ് അല്ലേ ഇത്? അപ്പൊ ഓ ആശീർവാദം വേണം. അപ്പൊ ഇത് കാട്ടുறது ബിസിനസ് അല്ലേ? ഓ ബിസിനസ് അല്ല, ബിസിനസ് മൈൻഡ് അല്ല. சூசைடுக்காக அப்ப ஒரு பெரிய மலையில ஏறி அவங்க ஃபால் ஆகி ஏறான். அப்ப இங்க வந்து உள்ள டூரிஸ்ட் எல்லாம் நான் ஏறத கண்டு எல்லாம் கிளாப் செய்யும். அவங்களுக்கு அறியல நான் சூசைடுக்காக ட்ரை செய்யறேன். நீங்க சூசைட் பண்ண போல எதுக்கு 2006ல ரொம்ப மேஜர் ஆகி போய் அப்ப ரொம்ப மனசுல நான் அனாதையானல. ஓ ஓகே, ரொம்ப பார்க்கணும்னு ആശ ഇருக்கு. ആശയടിച്ച് വന്നിട്ട് പാത്തിട്ട് ഒരു ഭയങ്കര ഇതാണ് കേട്ടോ. സ്റ്റോറിയാണ്. നല്ലൊരു മനുഷ്യനാട്ടോ. ഞാൻ കുറേ ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല, ഒരു ഡിഫറെൻറ്റ് സ്റ്റോറി ആയിരിക്കും. അപ്പോൾ ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. ഗൈസ്, നമ്മളിപ്പോൾ ആളുടെ ഓഫീസിലേക്ക് പോകാൻ കേട്ടോ. ആളുടെ സ്റ്റോറി ഭയങ്കര ഇതാണ് പറഞ്ഞത്. ഇവിടെ ഒരു 52 എടുക്കുമോ? 52 അഡോപ്റ്റ് അവർ 52 പിള്ളേരോട് ഉണ്ടായിരുന്നു. ഒരു സ്ലം ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ള് കഞ്ചാവ് അടിച്ച് നടക്കുന്ന പിള്ളേരുകളും അല്ലെങ്കിൽ അങ്ങനെ അനാഥരായി നിൽക്കുന്നതും ലൈക്ക് ആൾ ഓഫനാണ്, ലൈക്ക് അനാഥനാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ഇതായി പോയിട്ടോ. അഡോപ്റ്റ് ചെയ്തിട്ട് ഒരു 50 പേരെയൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ആളെ. അതിലൊരു 10 പേര് ആർമിയിൽ കയറി. 10,000 മന്ത്ലി പേ പണണോ? ഓ അപ്പോൾ ഒരു 10 പേര് ആർമിയിൽ ജോയിൻ ചെയ്ത്. എവ്വളോ അണ്ണാ പോലീസിലെ പോയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ 4 പേര് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, 17 പേര് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്തു. നിങ്ങൾക്ക് കേട്ടപ്പോൾ ഭയങ്കര ഒരു രോമാഞ്ചം വന്നു. ഇന്ത്യൻ ആർമിയിൽ ആൾ ദത്തെടുത്തിട്ട് അനാഥരായ പിള്ളേരെ ദത്തെടുത്തിട്ടു. എൻ്റെ പൊന്നെ, ഇത് കിടച്ച പുരസ്കാരം. நான் லாக்டவுன் அப்ப வந்த பிறகு லாக்டவுன் ஆகி ஆன பிறகு ஓகே லாக்டவுன்ல தான் நான் ஒரு வருஷம் கோமால போய் வெளியே வந்தேன். லாக்டவுன் அந்த டைம் தான் 2020ல தான் வெளியே வந்தேன். 2018 ஃபால், 19 ஃபுல் கோமா, 20ல அப்ப வெளியே வந்தேன். அப்ப என்கிட்ட இருந்ததெல்லாம் எங்க பிள்ளைங்க அங்கங்க கொண்டு போயிட்டாங்க. அப்புறம் இது 2020ல இருந்து அப்புறம் வந்தது. இது இந்தியன் மங்கி மேன். என்னோட வேர்ல்ட் ரெக்கார்டா? ஓ இதுக்கு புரஸ்காருக்கு பேரு ஏதாச்சும் பேரு கிடைக்கும்ல? இது ரெக்கார்ட் கின்னஸ் வேர்ல்டுல ஃபாஸ்டஸ்ட் கிளைம்பர். ஓ வேர்ல்டு ஃபாஸ்டஸ்ட் கிளைம்பர் വിത്തൗട്ട് സേഫ്റ്റി. അതിനാലതാണ് 29 ഫ്രാക്ചർ. ഇത് ഇങ്ങനെ സെലിബ്രേറ്റിംഗ് 40 years of glory education. my dad. அப்பாவா? அப்புறம் இது கோட்டைக்கு யாரோ ஒரு டூரிஸ்ட் ஆர்டிஸ்ட் வந்து என்ன கண்டு அப்போ அவங்க செஞ்சு கொடுத்தாங்க. ஓ அடிபொலி. இது உனக்கு எவ்வளோ ஏஜ் இருக்கும்போது இந்த ஃபோட்டோ? 2010. അടിപൊളി. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഓഫീസ്. ഇത് പ്രാക്ടീസ് பண்ணுறதுக்கா? எக்ஸசைஸ் ப்ராக்டிஸ். நாங்கள் பிள்ளைங்களை அவங்களுக்கு சேஃப்டி, எனக்கு யாரும் இல்லை. பிள்ளைங்களுக்கு நீங்கள் தான் சேஃப்டி. அப்போ அவங்களுக்கு சேஃப்டி பெட்டு. ഓക്കെ. സേഫ്റ്റി ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ട്രെയിനിങ് കൊടുത്തിട്ട് ഇരിക്കാങ്ക. ഓക്കെ. ഓക്കെ. ஓ பிள்ளைங்க ஃபுல் சேஃப்டிலாம் பண்ணும். இது என்ன ப்ரோ கிளைம்பிங் ஷூ. இது ஒரு ஷூ 25,000. இதெல்லாம் ஸ்பான்சர் இல்லை? என்னது இல்லை
ಎಲ್ಲ ವೇಸ್ಟ್ ಎಲ್ಲ ಖಾಲಿಯಾಗಿ ಹೋಗಿ ಇದು ವರ್ಷ 25,000 ಇದು ಟೆಕತ್ಲಾನು ಇದು 10,000 ಬಟ್ ಇಸ್ ನಾಟ್ ಗುಡ್ ಓಕೆ 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 ಇದೆಲ್ಲ ಕ್ಲಿಪ್ ಎಲ್ಲ ரொம்ப ಕಾಸ್ಟ್ಲಿ 22 ಕ್ವಿಂಟಲ್ ಕೆಪಾಸಿಟಿ பட் எல்லாம் ரொம்ப காஸ்ட்லி ரொம்ப அதிசயமா இருக்கு இதெல்லாம் பார்க்கும்போது இவ்வளோ பாசத்துக்காக ಅಂದ್ರೆ ಇದೆಲ್ಲ பிள்ளைங்களுக்கு எனக்கு ஃபாலோ ஆகி எல்லாம் ஒடிஞ்சு போயிட்டு எனக்கு வந்த வழி പിള്ളേർക്ക് വരക്കും അത് നല്ലൊരു ഇതാട്ടോ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടണില്ലേ സാധനം എന്തായാലും അടിപൊളിയായിട്ടാണ് നല്ലൊരു സ്റ്റോറി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇത്ര പ്രതീക്ഷിച്ചിരുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ பார்க்கும்போது இவ்வளோ நினச்சதில்லை உங்களுக்கு பின்னாடி இவ்வளோ സ്റ്റോറി ഇരിക്കുന്നു ഭയങ്കര ഒരു ഇതായിട്ടാ കാരണം എനിക്ക് ആ ആൾക്കാരെ പുറമേന്ന് ദത്തെടുത്ത് പിള്ളേരെ വളർത്തി அவங்க அப்போ எங்க படிக்க விடுறது அதெல்லாத்துக்கும் பணம் எங்க இல்ல இங்க எல்லாம் ஸ்கூல்ல ஃப்ரீ கவர்மெண்ட் ஸ்கூல்ல கவர்மெண்ட் ஸ்கூலா ஓகே ஓகே இங்க கிள ஸ்கூல்ல என்கிட்ட வந்தாரு எங்களுக்கு 2 பிள்ளைங்களை கொடு ஸ்கூலுக்காரங்க வந்து கேட்பாங்க ஓகே என்கிட்ட வந்த உடனே பிடி எல்லாம் ஒரு மாசத்துல ரிலீஃப் உயிரே மறந்துடுவாங்க அப்படி எல்லாம் ஏன்னா அவங்க சாதனை மேல போயிடும் மைண்ட் அப்ப இங்க உள்ளவங்க எல்லாம் எங்க ஸ்கூலுக்கு எங்களுக்கு 2 பிள்ளைங்களை கூட நாங்க டிரைவர் அப்ப அந்த ஸ்கூல்ல எங்க கிட்ட கோத்திராஜ் மங்கி மேன் பிள்ளைங்க 2 பேர் இருக்காங்க அவங்க நல்லா பேர் வாங்குவோம் ஸ்போர்ட்ஸ்ல அடிபொலிடா அப்போ ஆனா எனக்கு வந்து இந்த மலையேற ஸ்போர்ட்ஸ் மட்டும் தான் அது உனக்கு என்ன பிடிக்கும் ஏதோ பிடிக்கும் why you like that sports எனக்கு வந்தது அதான் எனக்கு குரங்கு ரொம்ப பிடிக்கும் அதனால ராக் கிளைம் பண்றேன் இதுக்கு என்ன பேர் ஸ்கேலிங்கா ராக் கிளைம்பிங் அப்போ இங்கிலீஷ்ல ராக் கிளைம்பிங் வந்து தமிழ்ல മലയേറും മല ഇത് ചെയ്യും ഓക്കെ അപ്പോൾ അങ്ങനെ കോട്ടയിലെല്ലാം വന്ന് പോയേറും എന്നോട് ക്ലൈമ്പിംഗ് നീ കണ്ടില്ലല്ലോ ഇല്ല பார்க்க முடியுமா ஓகே ஒரு மணி நேரம் டைம் 1 மணி நேரம் വെയിറ്റ് പண்றேன் ഗൈസ് നിങ്ങൾ ചിത്രദുർഗ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നുണ്ടെങ്കിൽ കോത്തിരാജിൻ്റെ ഗൂഗിൾ പേ നമ്പറോ ഫോൺ നമ്പറോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കാം എൻ്റെ ഒരു ഇതിൽ കാശാൾ എക്സ്പെക്റ്റ് ചെയ്യാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ചിത്രദുർഗ വരുന്നുണ്ടെങ്കിൽ ചിത്രദുർഗ ഫോർട്ട് കാണാം, ആളെ വിളിക്കുക, ആളുടെ പെർഫോമൻസ് കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി പരമായിട്ട് ഫോർട്ട് പരമായിട്ടുള്ള ഹിസ്റ്ററി കാര്യങ്ങളൊന്നും അറിയാൻ താല്പര്യമില്ലെങ്കിൽ, എനിക്കങ്ങനെ ഹിസ്റ്ററി പരമായിട്ട് കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയല്ല. അപ്പോൾ അങ്ങനെ അതേ മൈൻഡ് സെറ്റ് ഉള്ളവർ ആ ചിത്രദുർഗയിൽ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ടും കാണുന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം, ആളെ വിളിക്കുക. അതുപോലെ തന്നെ ചിത്രദുർഗ ഫേമസ് ഫോർ മട്ടൺ ആൾസോ, മട്ടനും ഇവിടെ കിട്ടും കേട്ടോ. മട്ടൺ ഒരു കിടലൻ ഫുഡ് സ്പോട്ട് ഉണ്ട്, അങ്ങോട്ടും പോകാട്ടോ നമുക്കിന്ന്. ഇപ്പോൾ ആളൊന്ന് ഫ്രഷ് ആയിട്ട് 1 മണിക്കൂറിനുള്ളിൽ ഒന്ന് കറങ്ങി ഫ്രഷ് ആയിട്ടൊന്ന് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം, നമ്മുടെ ഫോർട്ടിലേക്ക് പോകാട്ടോ ആളുടെ പെർഫോമൻസ് കാണാൻ. നമ്മളിത് വീണ്ടും ഉള്ളിൽ കയറിയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. എപ്പോ വന്നിട്ട് ജസ്റ്റ് ഓക്കെ, നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ആ സെയിം പ്ലേസ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ഏരിയ ചിന്നത്? ഇത് ചിന്നതാ ഉനക്ക് എക്സസൈസാ? എൻ്റെ പൊന്നെ, ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു വെള്ള കളറിൽ പാടുണ്ടെന്ന്. അപ്പോൾ ഇവിടെ തൊട്ട് അതിൻ്റെ മേലേക്ക് പ്രാക്ടീസിന് വേണ്ടി കയറാൻ പോകണം കേട്ടോ ആള്. ദൈവമേ, എനിക്കറിയില്ല കേട്ടാ, ആള് സേഫ്റ്റി ഒന്നും ഇല്ല, ഒറ്റ സാധനങ്ങളും ഇല്ല. നോക്കി നോക്കാം ഗൈസ്. ഇവിടെ എല്ലാവർക്കും ആളറിയാട്ടാ, ഫേമസ് ആണെന്നുണ്ട് മങ്കി മാൻ. ഹീസ് പ്രെറ്റി ഫേമസ് ഹിയർ ഗൈസ്. എൻ്റെ പൊന്നെ, ആൾക്കാർ കുറേ പേരുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ആളെ ഫാൻസ്. ഇതേ അവിടെ നിന്ന് ആൾക്കാർ ഓരോരുത്തർ വരുന്നുണ്ട് ഇങ്ങനെ ആളെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. എൻ്റെ ദൈവം, ഇത്ര പേർക്ക് ഫാൻസ് ഉണ്ടായിരുന്നാ? ചെറിയ പുള്ളിയല്ല കേട്ടോ ആള്. നോക്കിയേ, മങ്കി മാൻ ഫാൻസ്. മങ്കി മാൻ ഫാനാ തരുമോ? അടിപൊളി ഗൈസ്. ആള് പുതിയൊരു ഓഫർ വെച്ചിട്ടുണ്ട് കേട്ടോ. ആള് ചെയ്യാൻ പോകുന്ന എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിമാലയൻ ഏറ്റവും പുതിയ ഹിമാലയൻ ഗിഫ്റ്റായിട്ട് തരാന്ന് കേട്ടോ. ആളുടെ കയ്യിലൊരു ഇതുണ്ട്, ആ റബ്ബർ മാത്രം. ಹತ್ತು ಎಳೆದವನಿಗೆ ನನ್ನ ಕಾರ್ ಗಿಫ್ಟ್, 5 ಎಳೆದವನಿಗೆ ಒಂದು ಹಿಮಾಲಯ ಬುಲೆಟ್ ಗಿಫ್ಟ್. ಕೈ ಬೆಂಡ್ ಆಗಬಾರ್ದು, ಹಿಂಗೆ ಹಿಡ್ಕೊಂಡು ಹಿಂಗೆ ಹೇಳ್ಬೇಕು. കൈ ബെൻഡാവാൻ പാടില്ല കേട്ടോ. കൈ ബെൻഡാവാണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 വട്ടം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറും, 5 വട്ടം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിമാലയൻ ഇത് കേട്ടോ. എൻ്റെ മോനെ
ആൾക്കാർ കാണാൻ നിൽക്കണ നോക്കിയല്ല മോനെ. ആള് ചുമ്മാ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആള് സിമ്പിൾ ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ആളുടെ കോൺഫിഡൻസ് നോക്ക്. സീൻ നിങ്ങൾ ചെയ്യടാ മക്കളേന്ന്. ആള് ചുമ്മാ അവിടെ ഇരിപ്പാട്ടോ. നോക്കണം കൂടി ഇല്ല ആരെങ്കിലും ജയിക്കുന്നുണ്ടോന്ന്. മറ്റേ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു റീൽസ് ഉണ്ടായിരുന്നു. എല്ലാ മോനെ ഈ ചലഞ്ച് കൈ മടങ്ങാണ്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സാധനം കാറും ബൈക്കും ആണ് കേട്ടോ ഗിഫ്റ്റ്. ആള് തിരിഞ്ഞും കൂടി നോക്കണില്ല കേട്ടോ. ആൾക്കറിയാതെ ചെയ്യില്ല എന്നാരും. ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ മോനെ. സീൻ അതാണ് നമ്മുടെ പുള്ളി ഇരിക്കണത്. നേരത്തെ പറഞ്ഞത് ഞാൻ ഇൻസ്റ്റാഗ്രാമില് ബെസ്റ്റ് ഫുട്ബോളർ ഇൻ സൗദി അറേബ്യ എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേര് വിളിക്കണേക്കാട്ടും പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ എണീറ്റ് പോരും എന്നുവെച്ചാൽ അവനാണെന്ന് അവന് 100% ഉറപ്പാ. അങ്ങനത്തെ ഒരു ഔറയാണ് ഇപ്പോൾ ആള് അത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കണത് കേട്ടാ. ആള് തിരിഞ്ഞും കൂടി നോക്കണില്ല. എൻ്റെ മോനെ ആൾക്കാർ ഇവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. കൈ മടങ്ങാണ്ട് 5 വട്ടം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുള്ളറ്റ് കിട്ടും. 10 വട്ടം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ് നിങ്ങൾക്ക് സ്വന്തമാക്കാന്ന് ആള് പറഞ്ഞ കേട്ടോ. ആളുടെ വാഗ്ദാനം. ഈ റബ്ബർ പാൻറ് ഇത് എക്സസൈസ് ആണ് മോനെ. കൈ മടങ്ങാണ്ട് കാണുന്ന ആൾക്കാർ ഫുള്ള് ആളെ കാണാൻ വേണ്ടി വന്നതാട്ടോ. ഈ കാണുന്ന ആൾക്കാർ ഫുള്ള് എൻ്റെ മോനെ ഇജാതി പൊളിച്ച് സിമ്പിളായിട്ട് ആളവിടെ ഫോൺ നോക്കിയിരിക്കുന്നുണ്ട്. അത് പൊളിച്ച് കോത്തിരാജ. മോനെ ആള് കയറാൻ പോവാണ് കേട്ടോ. ജസ്റ്റ് ഒരു എക്സസൈസ് പർപ്പസിനാണ്. നേരത്തെ ഞാൻ കാട്ടി തന്നിട്ടുണ്ടായിരുന്നില്ല ഒരു വൈറ്റ് ഷെയ്ഡ് ആളുടെ അവിടെ. എൻ്റെ മോനെ ഇത് അത്യാവശ്യത്തിനുണ്ട് ഈ സാധനം. ಸ್ಪೀಡ್ ಹತ್ಬೇಕಾ ಸ್ಲೋ ಹತ್ಬೇಕಾ ಇಲ್ಲ ನೀವೆಲ್ಲ ಮನೆಗೆ ಹೋದ್ರೆ ಹೇಳಿ ಪೂರ್ತಿ. ಸ್ಪೀಡ್ ಹತ್ಬೇಕಾ ಸ್ಲೋ ಹತ್ಬೇಕಾ ಇಲ್ಲ ನೀವೆಲ್ಲ ಮನೆಗೆ ಹೋದ್ರೆ ನೆನಪಿರೋ ತರ ಹತ್ಬೇಕಾ? ಸರ್ ಬೇಡ. സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആള് പയ്യെ കയറാൻ പോവാണ് കേട്ടോ ഇതിൻ്റെ മേലേക്ക്. ദൈവമേ വിത്തൗട്ട് നോ സേഫ്റ്റി പ്രിക്കോഷൻസ്. ನೆನಪಿರ್ಬೇಕಾ? ಏನೇನು ಹಾಕ್ತಾರಂತ ಗೊತ್ತಾ ನಿಮಗೆ? ಮೈದಾ ಹಿಟ್ಟು, ಶುಗರು, ಪಾಮ್ ಆಯಿಲ್ 3. എൻ്റെ മോനെ എൻ്റെ പൊന്നെ ആണെങ്കിൽ ഇവിടെ കയറാൻ പോവാണ് കേട്ടാ. ഒരു സൈഡ് കഴിഞ്ഞു. അതാരാ ഹോൺ അടിച്ചേ? ഓക്കെ ഓരോ സൈഡും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇതിന്റെ മേലേക്ക് കയറും. ಎಂಜಾಯ್ ಮಾಡಿ ಎಂಕರೇಜ್ ಮಾಡಿ ಯಾರು ಈ ತರ ಎಲ್ಲೋ ಸಿಂಗಲ್ ಆಗಿ ಟ್ರೈ ಮಾಡಬೇಡಿ. ನನ್ನ ಹೆಸರು ಜ್ಯೋತಿರಾಜ್ ಅಲಿಯಾಸ್ ಕೋತಿರಾಜ್. ಬಂಡೆ ಅಥವಾ ಸಾಹಸ ಕ್ರೀಡಾಪಟು, ದೊಡ್ಡ ಚಾಂಪಿಯನ್ ಏನೆಲ್ಲ, ವರ್ಲ್ಡ್ ಫಾಸ್ಟೆಸ್ಟ್ ಕ್ಲೈಂಬರ್. ಈಗ ನಿಮ್ಗೆ ಮೊದಲನೇ ಸರಿ ನನ್ನ ಕೈ ಸ್ವಲ್ಪ ಕಂಟ್ರೋಲ್ ಇರಲ್ಲ ಚಳಿಗೆ, ಅದಕ್ಕೆ ಹಿಂಗೆಲ್ಲ ಹಿಡ್ಕೊಂಡು ನೋಡಿದ್ದೀಗ. ಈಗ ಕರೆಕ್ಟಾಗಿ ಆಗ್ತದೆ. ಯಾಕಂದರೆ ಇದರಲ್ಲಿ ಒಂದು ಸರಿ ಸ್ಲಿಪ್ ಆದರೆ ಅನ್ನ ನಿಮಗೆ ಸಾರಿ ಕೇಳೋಕ್ಕೆ ಸಿಗಲ್ಲ. ನಿಮ್ಮ ಅಪ್ಪ ಅಮ್ಮಗೆ ನಾನು ಮಗ ಅದೀನಿ, ಅಣ್ಣ ತಮ್ಮ ಅಂತ ಕರೀರಿ. ನನಗಿನ್ನೂ ದೊಡ್ಡವ್ರು ತಮ್ಮ ಅನ್ರಿ, ಸಣ್ಣವ್ರು ಅಣ್ಣ ಅನ್ರಿ. ನಾನು ಅದಕ್ಕೆ ಕಷ್ಟಪಡ್ತಿರೋದು. ಹಿಂದೂ ಮುಸ್ಲಿಂ ಕ್ರಿಶ್ಚಿಯನ್ ಎಲ್ಲ ಮನೆಯಲ್ಲಿ ಇಟ್ಬಿಡಿ. ನಮ್ಮ ಜಾತಿ ಕದಂಬ ಜಾತಿ, ನಾವು ಎಲ್ಲ ಕದಂಬರು, ಕನ್ನಡ ಭಾಷೆ. ಅಣ್ಣ ನಿಮ್ಮ ಕೈಲಿ ಟ್ರೈ ಮಾಡಿ ನೋಡಿದ್ರಿ, ಮನೆಗೆ ಹೋದ್ರೆ ನೆನಪಿರೋ ಥರ. ಅಕಸ್ಮಾತ್ ಏನಾರು ಸಣ್ಣ ಪುಟ್ಟ ಇದನ್ನ ಹತ್ತಿ ಇಳಿದ ಮೇಲೆ ಬೇಕಾದ್ರೆ ಇನ್ನೊಂದ್ಸರಿ ಬೇಕಾದ್ರೆ ಸ್ಪೀಡಾಗಿ ಹತ್ತಿದ್ದೀನಿ ಅಷ್ಟೇ. ಅಣ್ಣನ ಚಾನಲ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ. ಹಂಗೆ ಇವ್ರು ಕೇರಳದಿಂದ ಬಂದಾರೆ, ಅವ್ರದ್ದು ಒಂದು ಚಾನಲ್ ಇದೆ, ಎಲ್ಲರೂ ಹಾಯ್ ಮಾಡಿಬಿಡಿ ಇವ್ರಿಗೆ. ಹಂಗೆ ಏನಾರು ನನಗೆ ಗೌರ್ಮೆಂಟಿಂದೆಲ್ಲ ಸಪೋರ್ಟ್ ಇಲ್ಲ. ಹತ್ತಿ ಇಳಿದ ಮೇಲೆ ಯಾರಿಗಾರ ನಿಮ್ಗೆ ಏನಾರು ನನಗೆ ಹೆಲ್ಪ್ ಮಾಡ್ಬೇಕನ್ನೋ ಆಸೆ ಇತ್ತು, ಏನಾರು ಖುಷಿ ಆಯ್ತು ಅಂದರೆ ಅಣ್ಣನಿಗೆ ಆಶೀರ್ವಾದ ಮಾಡಿ സ്വിറ്റ്സർലൻഡ് ಹೋಗ್ತಾ ಇದ್ದೀನಿ ಬದಿಗೆ ಬರಲಿ ಅಂತ. ಹಂಗೆ ಏನಾರು ആള് കയറാൻ സ്റ്റാർട്ട് ചെയ്തു. ബാക്കിൽ എന്തോ പൗഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് കൈമിട്ടിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക്. എൻ്റെ പൊന്നെ കാണുന്ന എനിക്ക് ടെൻഷനാണ്. ആഞ്ജനേയ
എൻ്റെ മോനെ എൻ്റെ മോനെ എല്ലാരും പേടിച്ചു കേട്ടോ. പ്രാങ്ക് ഗോൺ റോങ്. എൻ്റെ പൊന്നെ ഒന്നുമില്ലാട്ടാ. വീണതാ കഴിഞ്ഞ്. വീണ പ്രത്യേകിച്ചൊന്നുമില്ല. ദൈവമേ. ഈശോ. ഇവിടെന്ന് കേറിപ്പോയേട്ടാ. ഇവിടുന്ന് കേറിപ്പോയിട്ട് അവിടെ വരെ. അവിടെ നിന്ന് കയറി ഇപ്പുറത്തുനിന്ന് ഇറങ്ങും കേട്ടാ. ഇതാ അവിടെ നിന്ന് കയറി ഇപ്പുറത്തെ സൈഡിൽ നിനക്ക് അതിൻ്റെ ഭീകരത എന്തോരം ഉണ്ടെന്ന് മനസ്സിലാവുന്ന അറിയില്ല. എൻ്റെ പൊന്നെ നോക്കി ദേ ಗೊತ್ತು ಇಷ್ಟೊಂದು ದಪ್ಪ ತಾನೆ ಹೆಂಗಾಗ್ತಾನೆ ಅಂತ ತಾನೆ ಅನ್ಕೊಂಡಿದ್ದು. ಜೋಗದಲ್ಲಿ ಯಾರೋ ಲವರ್ಸ್ನ ಕಾಪಾಡಕ್ ಹೋಗಿ ಆ ಹುಡುಗಿನ ಹೊತ್ಕೊಂಡು ಎತ್ಬೇಕಾದ್ರೆ ಸ್ಲಿಪ್. അടുത്ത സെക്ഷൻ ഓരോന്നോരോന്ന് കയറി നിൽക്കണ്ട ആള്. സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ മോനെ ഒളിച്ച് പോയി. ആള് കാണാനില്ല. ജയ് വിളിക്കുന്നുണ്ട് കേട്ടാ. ഹെവി ആള്. എൻ്റെ പൊന്ന് താഞ്ഞിപ്പോ ഇവിടുന്ന് ആള് തിരിച്ചിറങ്ങും. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. അത് ഞാൻ ഞെട്ടിപ്പോയിട്ട് എനിക്ക് എൻ്റെ പേടിയാണ്. കാരണം ഒറ്റ സേഫ്റ്റി ഫീച്ചേഴ്സും ഇല്ല, ഒന്നുമില്ല കേട്ടോ. ഒന്നുമില്ലാണ്ടാണ് ആൾ ചെയ്യണത്. പക്ഷെ ആൾ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിനെല്ലാം ആൾ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. 29 ഫ്രാക്ചർ ബോഡിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്തത് കേരളത്തിലുള്ള എറണാകുളത്തുള്ളൊരു ഹോസ്പിറ്റലിലാണ് ആൾ അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്കൊരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. എറണാകുളത്തെ ഏറ്റവും വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, ആൾക്കറിയാം ബിൽഡിംഗ്, പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇൻ റിട്ടേൺ അവർ കേരളത്തിലത്തെ ആൾക്കാരാണ് ആളെ രക്ഷിച്ചത്. രക്ഷിച്ചതിൻ്റെ ഫേവറായിട്ട് ആൾക്ക് അവിടുത്തെ ഒരു ബിൽഡിങ്ങിൽ ഇതുപോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം വെച്ച് ഒന്ന് ക്ലൈംബ് ചെയ്യണമെന്നുണ്ട്. അതാണ് ആളുടെ വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു മലയാളികളാണ് വീഡിയോസ് കാണാം, ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഒരു ലൈക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. നമ്മുടെ പാലക്കാട് ഫോർട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രൈവറ്റായിട്ട് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചെയ്യാണ്, കാശ് വാങ്ങാണ്, പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ. ഇത് ആളുടെ ലിവിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ പിറകിൽ എന്തൊക്കെ ഇതുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ആളുടെ ജീവിതം, ആളുടെ ലിവിങ് ഇതാണ്, ഇതുകൊണ്ടാണ് ആൾ ജീവിക്കണത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. തൃശ്ശൂർ പാലക്കാട് ഫോർട്ടായിട്ട്, പാലക്കാടിലെ ഞാൻ തോന്നുന്നുണ്ട് ഒരു പടം വരച്ചു എന്ന് പറഞ്ഞിട്ട് എന്തൊരു ഇഷ്യൂ ഉണ്ടായിട്ട് പിടിച്ചു മാറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ കാട് കയറിയാണ്ട് പറയണില്ല. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയോ കേട്ടോ. പാലക്കാട് ഫോർട്ടിലാണ് ഇങ്ങനെ ഒരു വ്യക്തി കേരളത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്തായിരിക്കും ആളുടെ അവസ്ഥ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പൊളിറ്റിക്കലും അല്ലെങ്കിൽ ന്യൂസ് വാല്യൂ എന്തായിരിക്കും എന്നുള്ളത് കേട്ടോ. പക്ഷേ ഇവിടെ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സ്പോർട്സ് കുറച്ചും കൂടിയും ആൾക്കാർക്ക് കുറച്ച് ഇതൊക്കെ ഇൻ്റർനാഷണൽ ലെവലിൽ അറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ലായിരിക്കും കേട്ടോ. ആൾക്ക് ഭയങ്കര അച്ചീവ്മെൻറ്റ് ഇതൊക്കെ കിട്ടും എനിക്ക് തോന്നുന്നു. ഭയങ്കര കാരണം എളുപ്പമല്ല, ആർക്കും ചെയ്യാൻ പറ്റും. ഇങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? ഞാൻ മറ്റേ ഇയാൾ കാട്ടണത് ആകെ കൂടി കണ്ടത് ഞാൻ പ്രണവ് മോഹൻലാലിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലാണ് വാളിങ്ങനെ ക്ലൈംബ് ചെയ്യണത് വിരലോണ്ടൊക്കെ. അതിന് വേറെ എന്തോ പേര് പറയും, സ്കെയിലിങ്ങോ വാൾ സ്കെയിലിംഗ് അങ്ങനെ എന്തൊക്കെ പേര് പറയും, അറിയില്ല, അന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. രക്ഷയില്ല ആള്. മുന്നേ പറഞ്ഞതുപോലെ ഞാൻ ആളുടെ നമ്പറും കാര്യങ്ങളും താഴെ കൊടുക്കാം കേട്ടോ. ചിത്രദുർഗ വരുന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാൻ സഹായിക്കാൻ മനസ്സുള്ളവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. അതിൽ എനിക്ക് തോന്നുന്നത് ആളെ ഫോൺ വിളിച്ച് എന്തായാലും അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അറിയില്ല, നമ്മുടെ വീഡിയോസൊന്നും അധികം ആൾക്കാർ കാണാത്തതൊക്കെയാണ്, അധികം ആൾക്കാരും കാണുന്നില്ല, നമ്മുടെ ചെറിയൊരു ഓഡിയൻസാണ്. അപ്പോൾ അറിയില്ല, ഞാൻ എന്തായാലും നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യും. ഓക്കെ. ഇപ്പോൾ നമ്മൾ വെയിലത്ത് എനിക്ക് നടക്കാൻ വയ്യ. എനിക്ക് വെയിലത്ത് നടക്കണ്ട. ഓട്ടോറിക്ഷ പിടിച്ചു 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1.5 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ഫേമസ് ഹോട്ടലിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ ഓട്ടോറിക്ഷ ചേട്ടൻ.
അപ്പോൾ ഈ വെയിലത്ത് നടക്കാനുള്ള ദൂരമുള്ളൂ 1.5 കിലോമീറ്റർ. പിന്നെ 1.5 ആയതുകൊണ്ട് നടക്കണ്ടെന്ന് വിചാരിച്ചൂടെ. 25 ഇവിടുത്തെ വെയിലിൻ്റെ ഇത് കാട്ടണത്, ടെമ്പറേച്ചർ കാട്ടണത്. പക്ഷേ നമ്മൾ തൃശ്ശൂർ 30 അല്ലേ, അപ്പോൾ എനിക്കത് വലിയ വെയിലായിട്ട് തോന്നുന്നില്ല കേട്ടോ. കർണാടകയിലത്തെ വെയിലും പക്ഷേ വ്യത്യസ്തതയുണ്ട്. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞ സാധനം ഭയങ്കര കുറവാണ്. നമ്മൾ വിയർക്കില്ല കേട്ടോ. നമ്മുടെ അവിടെ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്, വിയർത്ത് ഒലിക്കും. തൃശ്ശൂരൊക്കെ ഇവിടെ ഇതില്ലാത്ത കാരണം, പിന്നെ തണുത്ത കാറ്റുള്ള കാരണം നമ്മൾ ക്ഷീണിക്കണമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് റൈഡ് ചെയ്യരുതെന്ന് പറയണേ എന്നാണ് അവർ പറയണത്. പക്ഷേ എനിക്കിതുവരെ ഉച്ചയ്ക്ക് റൈഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടില്ല. പക്ഷേ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മെയിൻ ഒരു സ്ഥലമുണ്ട് കേട്ടോ, വെങ്കിടേശ്വര എന്ന് പറഞ്ഞിട്ടുള്ളൊരു മട്ടൻ കിട്ടുന്ന സ്ഥലം. ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഞാൻ ഇന്നലെ രാത്രി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഹോട്ടൽ വരുന്നത് കേട്ടോ. മട്ടൻ്റെ എല്ലാ ഐറ്റംസും, മട്ടനും ചിക്കനും എല്ലാം അടിപൊളിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. വെങ്കിടേശ്വര ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കിട്ടും. 12:15 തൊട്ട് 4 മണി വരെ ഉള്ളൂ. പിന്നെ 6 മണി തൊട്ട് 10:15 വരെ കേട്ടോ. ഞാൻ രാത്രി വന്നിട്ട് ചിക്കൻ ഐറ്റംസ്, ചപ്പാത്തിയും ചിക്കനും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ കേട്ട് നോക്കി നോക്കാം. എല്ലാവരും ചിക്കൻ ബിരിയാണി കഴിക്കണം. ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യാം കേട്ടോ. നമ്മുടെ മട്ടൻ ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് മട്ടൻ ബിരിയാണി. ഒരു ഇങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. ഇന്നലെ മൈസൂർ 2-3 ദിവസം മുന്നേ കഴിച്ചത് ഡൊണ്ണ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഡൊണ്ണ ബിരിയാണി ഇത് ഫുള്ളായിട്ട് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. യെസ് മൈ ബോയ്, എൻ്റെ മോനെ പൊളിച്ച്. ഈ ചാറ് അടിപൊളിയാട്ടോ, നല്ല ചൂട് സാധനം. മസ്റ്റായിട്ട് ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് കേട്ടോ. എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു കേട്ടോ. കഴിച്ചു നോക്കേണ്ട ആവശ്യമില്ല, നല്ലതായിരിക്കും എന്തായാലും, കാരണം അത്ര ഫേമസ് ആണ് ഇവിടുത്തെ. ഓ മോനെ, ഇവരെല്ലാത്തിലും മല്ലിയില ഇടും കേട്ടോ. മല്ലിയില ഇടും. എനിക്ക് പേഴ്സണലി മല്ലിയില ഇഷ്ടമാണ്, ആ ഒരു ഫ്ലേവർ. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ സാധനം. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. പിന്നെ നമ്മുടെ കോത്തി രാജയുടെ നമ്പർ താഴെ കൊടുക്കാം, ആളെ വിളിച്ചിട്ട് ആളുടെ പെർഫോമൻസും കാണാം കേട്ടോ. ചിത്രദുർഗ അടിപൊളി, പൊളിച്ച്. ഗൈസ്, അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തി കേട്ടോ. അപ്പോൾ ഹോട്ടലിൽ എത്തിയപ്പോൾ ഇന്ന് 2 ദിവസം കൂടെ സമാധാനമായിട്ട് താമസിച്ചു എന്ന് പറഞ്ഞതാണ്. സന്തോഷ് സാർ, ജോയൽ ജോഷി. താങ്ക് യു സർ, താങ്ക് യു ഫോർ ഹോസ്റ്റിംഗ് മീ. അടിപൊളി മനുഷ്യനാട്ടാ. ആൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ആൾക്ക് ഭാരത് പെട്രോളിയം ആയിട്ടാണ് ആൾ ഇത് ചെയ്യണത്, ബിസിനസ് ചെയ്യണത്. ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, പിന്നെ LPG ഗ്യാസ് അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സുഹൃത്താണ് കേട്ടോ, വ്യക്തിയാണ് സന്തോഷ് സാർ. അപ്പോൾ സന്തോഷ് സാറാണ് 2 ദിവസം എന്നെ ഹോസ്റ്റ് ചെയ്തത്. കിട്ടില്ല റൂം കേട്ടോ. പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് 350 രൂപ 400 രൂപ വില വരുന്നുള്ളൂ ഈ ഒരു റൂമിന്. 350 രൂപ 400 രൂപയുടെ വില വരുന്നുള്ളൂ. അപ്പോൾ കിട്ടില്ല റൂം ആ ഒരു വിലയ്ക്ക്. നമ്മുടെ ചിക്കമംഗളൂർ ഞാൻ താമസിച്ച 1600 രൂപ കൊടുത്ത് താമസിച്ച റൂമിൻ്റെ 7 അയലത്ത് വയ്ക്കാൻ പറ്റില്ല കേട്ടോ. ഇതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ചിക്കമംഗളൂർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി നോക്കാം, 300 രൂപ 400 രൂപ റേഞ്ചിൽ കേട്ടോ. ലൈക്ക് ബഡ്ജറ്റായിട്ട് ട്രാവൽ ചെയ്യാൻ നോക്കുന്നവർക്ക് ആർക്കെങ്കിലും, ഫാമിലി ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം, അല്ലെങ്കിൽ ഇവിടെ നോക്കി നോക്കും. കിട്ടുന്ന സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്തൊരു ഹോംലി ഫീൽ എനിക്ക് ഈ ലോഡ്ജിൽ വന്നപ്പോൾ എനിക്ക് ഫീലായി. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇന്നലത്തെ വ്ളോഗിലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇനി ഫുള്ള് റെസ്റ്റ് എടുക്കാം. ഇപ്പോൾ സമയത്താണ്, ഇപ്പോൾ 1 മണി കഴിഞ്ഞു കേട്ടോ. 1 മണി കഴിഞ്ഞു. ഇനി ഫുള്ള് റെസ്റ്റ് എടുക്കലാണ്. വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, ഇനി 2 വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖം, സ്വസ്ഥം, സമാധാനം. നാളെ കാലത്ത് അടുത്ത വീഡിയോസ് കാര്യങ്ങളെല്ലാം എഡിറ്റിങ്, അപ്ലോഡിങ്. ഒരു റുട്ടീൻ പറയുകയാണെങ്കിൽ കാലത്ത് ഒരു 6 മണിക്ക് എണീക്കുന്നു, സൈക്കിൾ ചവിട്ടാൻ പോകുന്നു, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു, ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നു, ക്യാമറ നെഞ്ചത്ത് വയ്ക്കും, അതിങ്ങനെ ഫുള്ള് റെക്കോർഡ് ചെയ്യുന്നു. രാത്രി വരുന്നു, എഡിറ്റ് ചെയ്യുന്നു, അമ്മേനെ വിളിക്കുന്നു, വീട്ടിലേക്ക് വിളിക്കുന്നു, ഉറങ്ങുന്നു. പിറ്റേ ദിവസം കാലത്ത് എണീക്കുന്നു, വീഡിയോ എടുക്കുന്നു, രാത്രി വീട്ടിൽ ടെൻറ്റിലാണെങ്കിൽ ടെൻറ്റിൽ അവിടെ വരുന്നു, എഡിറ്റ് ചെയ്യുന്നു. ഇത് തന്നെയാണ് കേട്ടോ കഴിഞ്ഞ 7 ദിവസമായിട്ട്. പിന്നെ ഇങ്ങനെ എന്താ ചെറുതൊക്കെ എക്സ്പ്ലോറിങ് ഒക്കെ നടക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരണത്, വ്യത്യാസം വരണത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇതുവരെ എനിക്കങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഇതെന്ന് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് അതിനോടുള്ളൊരു താല്പര്യം കൊണ്ടാണ്. കുറേ പേർക്കൊക്കെ തോന്നിയിട്ട് അമ്മയൊക്കെ വിളിച്ചിട്ട് പറയണ്ടായിരുന്നു, നീ എന്തിനാ മോനെ ഇങ്ങനെ കഷ്ടപ്പെടണത്, മറ്റേ അക്കൗണ്ടിങ് ജോലി എങ്ങാനും നോക്കിയാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ടൊരു സാധനം ചെയ്യണേക്കാട്ടും നല്ലതല്ലേ. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ്. നാളെ കിടലൻ വ്ളോഗൊക്കെ ആയിട്ട് നാളെ 6 മണിക്ക് കാണാം ഗൈസ്. സ്റ്റേ ട്യൂൺഡ്.